ആം ഗോവിന്ദ്. പ്രേമിനെ എനിക്കറിയാം. ഞാൻ വന്നത് എന്തിനാണെന്ന് ഇങ്ങോട്ട് ചോദിച്ച് ബുദ്ധിമുട്ടണ്ട. മീനു എന്റെ പെങ്ങളാണ്. അല്ല, പെട്ടെന്ന് എങ്ങനെ അവൾക്കൊരു സഹോദരനുണ്ടായി എന്നാലോചിക്കണ്ട. ഒരു കാര്യം ഉറപ്പിക്കാം, ഞാൻ നിങ്ങളുടെ ഒരു അഭികാംക്ഷയാണ്. മീനുവും നിങ്ങളും തമ്മിൽ എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതായി അറിഞ്ഞു. ഒരു തെറ്റിദ്ധാരണയുമില്ല. അവളെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ ഒരു തെറ്റ് അവളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കുറെക്കൂടെ സമയം വേണ്ടി വരും. സമയം വളരെ വിലപ്പെട്ടതാണല്ലോ. അതുകൊണ്ടാ പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. വന്നതുപോലെ തിരിച്ചു പോകാം. ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. ഈ നാട് മുഴുവൻ അവൾക്ക് ആങ്ങളമാരും കാമുകന്മാരും ഉണ്ടായിരിക്കും. അവരല്ലേ എന്നെ ശല്യപ്പെടുത്താൻ വരുന്നതിനാ? ഒരു പെൺകുട്ടിക്ക് ധാരാളം കാമുകന്മാരുണ്ടെന്ന് പറയുന്നത് ഗുരുതരമായ ഒരു ആരോപണമാണേ. ഇനി അവളുടെ പേരിൽ ഈ ചാർജ് ഷീറ്റ് സമർപ്പിച്ചതാരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആരും സമർപ്പിച്ചതല്ല, എനിക്ക് നേരിട്ട് ബോധ്യമായതാണ്. അല്ല, അവൾ മറ്റു കാമുകന്മാരുമായി വല്ല അവിഹിതത്തിലും ഏർപ്പെടുന്നത് നേരിട്ട് കണ്ടോ? അത് കാണാനിട വരുന്നതിന് മുമ്പ് ഞാൻ പിൻവാങ്ങിയല്ലോ. നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താതെ പോയാൽ വലിയ ഉപകാരമായിരിക്കും. ഒന്ന് പോയാട്ടെ. സുഹൃത്തെ, നിങ്ങൾ ആ കുട്ടിയെ ഇനിയും മനസ്സിലാക്കാത്തത് കഷ്ടമാണ്. അവളുടെ മനസ്സിൽ കാമുകനായ ഒരാളേ ഉള്ളൂ. അത് നിങ്ങളാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ആരെങ്കിലും അവളെപ്പറ്റി വല്ല അപവാദവും പറയുന്നുണ്ടെങ്കിൽ അതുമല്ല അസൂയക്കാരോ പരമദുഷ്ടന്മാരോ ആയിരിക്കും. മിസ്റ്റർ, ഇനി ഞാൻ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റിത്തരാം. എന്റെ 3 സുഹൃത്തുക്കൾ നിങ്ങളുടെ പെങ്ങളെന്ന് പറയുന്ന ആ പെണ്ണിനെ വേണ്ട. അവളിപ്പോൾ എന്റെ മനസ്സിലില്ല. എല്ലാം വെറും സ്വപ്നമായിരുന്നുവെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. അപ്പോ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. ആട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആ മാന്യന്മാരെ ഒന്ന് എനിക്ക് കാണിച്ചു തരാമോ? നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഒരു തെളിവെടുപ്പ് നടത്തി സത്യം കാണിച്ചു തരുമൊന്നും വേണ്ട. എന്റെ സുഹൃത്തുക്കൾ എനിക്ക് നല്ല വിശ്വാസമാണ്. നിങ്ങളെ ബോധ്യപ്പെടുത്താനാണെന്ന് വിചാരിക്കണ്ട. എന്റെ പെങ്ങളുടെ കൂടെ കിടന്നവരെ നേരിൽ ഒന്ന് കാണാനുള്ള മോഹമുണ്ടാ? അവരുടെ ഇല്ല. എപ്പോ വരും? തോന്നുമ്പം വരും. ദേഷ്യപ്പെടരുത്. ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ആ നിമിഷം ഞാൻ പോയിക്കോളാം. അവരുടെ ഫോട്ടോസ് മറ്റും ഉണ്ടോ? അല്ല, വെറുതെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. പ്ലീസ്. ഇതാ. ഓഹോ, ഇവരാണോ? ഇവരാണ് പറഞ്ഞതെങ്കിൽ തെറ്റാൻ വഴിയില്ല. വാടാ, വാ. നിക്കടാ. ക്ഷമിക്കണം, താങ്കളുടെ മാന്യ സുഹൃത്തുക്കളെ ഞാൻ കണ്ടുപിടിച്ചു. കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നു. സാരമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഇനി അവർ സത്യം പറഞ്ഞോളൂ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഈ മുറി വൃത്തിയേടാക്കണ്ട. ഇപ്പൊ തന്നെ ആവശ്യത്തിനുള്ള ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതല്ലേ പരിപാടി. ഒരു 2 ദിവസത്തേക്ക് നീട്ടി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. നീ ഞങ്ങളെ തല്ലുന്ന കാര്യം ഒരു കാര്യം ചെയ്യാം. ഏതായാലും അവന്റെ കൈ കൊണ്ട് ഒരു തല്ല് നമുക്ക് ഉറപ്പാ. അത് എത്രയും വേഗം വാങ്ങിച്ചിട്ട് നമുക്ക് സമാനമായിട്ട് കിടക്കാം. അതാ ബുദ്ധി. മീനുവിനെ വളയ്ക്കാൻ വേണ്ടി ഞങ്ങൾ പഠിച്ച പണി 18 നോക്കിയതാ. പല വേഷത്തിലും ഞങ്ങൾ അവളുടെ വീട്ടിൽ കയറി ഇറങ്ങി. പറ്റിയില്ല. ആ വൈരാഗ്യം കൊണ്ട് ഞങ്ങൾ കുറെ കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയതാ. ഇനി തല്ലുന്നെങ്കിൽ തല്ല്, കൊല്ലുന്നെങ്കിൽ കൊല്ല്. വീടാ കല്ല്.